ഹായ്, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഗർഭകാലത്തെ ആദ്യ 3 ആഴ്ചകളെക്കുറിച്ച് അറിയേണ്ടത് എല്ലാമാണ്. വിവാഹശേഷം ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള പ്ലാനിംഗ് നടത്തുന്നവരാണ് ഭൂരിഭാഗം ദമ്പതികളും. ഏറെ കരുതലും പ്രതീക്ഷയുമാണ് ഈ സമയങ്ങളിൽ എല്ലാവരും എടുക്കുന്നത്. ഗർഭകാലത്തെ ആദ്യ 3 ആഴ്ചയിൽ ലക്ഷണങ്ങൾ ഒക്കെ ഏറെ ആകാംക്ഷയോടെയാണ് എല്ലാവരും വീക്ഷിക്കുന്നത്. എന്നാൽ ഈ ആദ്യ ആഴ്ചകളിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ഗർഭിണിയല്ല. കേൾക്കുമ്പോൾ ചെറിയ ആശയക്കുഴപ്പം ഉണ്ടാകും. ഈ കാരണം കൊണ്ടാണ് ഗർഭാവസ്ഥയുടെ ലക്ഷണങ്ങളൊന്നും നിങ്ങൾ നേരത്തെ ശ്രദ്ധിക്കാത്തത്. ഗർഭത്തിൻ്റെ 3 ആഴ്ചകളിൽ നിങ്ങളുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാം. ആദ്യത്തെ 3 ആഴ്ച. ആദ്യത്തെ ആഴ്ചയിലെ ലക്ഷണങ്ങൾ. 2 ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഗർഭം അറിയാൻ സാധിക്കുമോ എന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. ഗർഭാശയത്തിലേക്ക് മുട്ടയെ എത്തിക്കുന്ന സമയത്ത് സ്ത്രീകളിൽ നേരിയ രക്തസ്രാവം, വയർ വീർക്കൽ, വേദന തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടായേക്കാം. അവസാന തീയതി കണക്കാക്കുക അഥവാ അവസാന ആർത്തവ ദിവസം കണക്കാക്കിയാണ് മിക്ക ആരോഗ്യ വിദഗ്ധരും ഗർഭധാരണം കണക്കാക്കുന്നത്. 40 ആഴ്ച ട്രാക്ക് ചെയ്താണ് ഗർഭധാരണം നോക്കുന്നത്. ഗർഭത്തിൻ്റെ ആദ്യ 2 മുതൽ 3 ആഴ്ചകൾക്കിടയിൽ ബീജസങ്കലനം നടക്കുന്നതുവരെ യഥാർത്ഥത്തിൽ നിങ്ങൾ ഗർഭിണി അല്ല എന്നതാണ് സത്യം. ആരോഗ്യത്തോടെ ഇരിക്കാം. കാരണം ഗർഭധാരണത്തിന് തയ്യാറെടുക്കുന്നവർ ആരോഗ്യകരമായ ഒരു ജീവിതശൈലി പിന്തുടരേണ്ടതാണ്. വളരെ പ്രധാനമാണ് ഇത്. കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ഇത് വളരെയധികം സഹായിക്കും. ദൈനംദിനത്തിൽ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിനുകൾ, ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ വ്യായാമം എന്നിവ ഡോക്ടർമാരും പലപ്പോഴും നിർദ്ദേശിക്കാറുണ്ട്. ആദ്യത്തെ 3 ആഴ്ച. ഗർഭധാരണം സാധാരണയായി അളക്കുന്ന രീതി. കാരണം ഗർഭത്തിൻ്റെ ആദ്യ 2 ആഴ്ചയോ മറ്റോ നിങ്ങൾ യഥാർത്ഥത്തിൽ ഗർഭിണിയല്ല. ഹെൽത്ത് കെയർ പ്രൊവൈഡർമാർ ശരാശരി ഗർഭത്തിൻ്റെ ദൈർഘ്യം 250 ദിവസമായാണ് കണക്ക് കൂട്ടുന്നത്. അതായത് 40 ആഴ്ചകൾ. നിങ്ങളുടെ അവസാന ആർത്തവത്തിൻ്റെ ആദ്യ ദിവസം മുതലാണ് ഇത്. ഈ രീതിയെ LMP ഡേറ്റിംഗ് എന്നാണ് പറയപ്പെടുന്നത്. ഗർഭിണിയായിരിക്കുമ്പോഴത്തെ ആദ്യത്തെ ആഴ്ച നിങ്ങൾക്ക് ആർത്തവം ഉണ്ടായേക്കാം. ഗർഭിണിയായ 2 ആഴ്ചയിൽ നിങ്ങൾ ഒരുപക്ഷെ അണ്ഡോത്പാദനം നടത്തുന്നു. നിങ്ങളുടെ ആർത്തവം ആരംഭിച്ച് ഏകദേശം 14 ദിവസങ്ങൾക്ക് ശേഷമാണ് അണ്ഡോത്പാദനം നടക്കുന്നത്. അഥവാ നിങ്ങൾക്ക് 28 ദിവസത്തെ സൈക്കിൾ ഉണ്ടെന്ന് കരുതുക. ബീജസങ്കലനവും ഗർഭധാരണവും പിന്തുടരുന്നതിനാൽ ഏകദേശം 3 ആഴ്ച വരെ നിങ്ങൾക്ക് ശരിക്കും ഗർഭിണിയാകാൻ കഴിയില്ല. ഇത് വിഷമമുണ്ടാക്കുമെങ്കിലും ഗർഭധാരണം കണക്ക് കൂട്ടുന്നതിന് വേണ്ടി ഡോക്ടർമാർ 1-2 ആഴ്ച ഗർഭിണികളാക്കി കണക്കാക്കുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ 3 ആഴ്ച വരെ ഗർഭിണിയല്ല. എന്നാൽ 1-2 അല്ലെങ്കിൽ 3 ആഴ്ച ഗർഭിണിയാണെങ്കിലും നിങ്ങൾ അത് ശ്രദ്ധിക്കാനുള്ള സാധ്യത കുറവാണ്. ഗർഭത്തിൻ്റെ ആദ്യകാല ലക്ഷണങ്ങൾ ശരീരത്തിനുള്ളിലാണ് സംഭവിക്കുന്നത്. ഇനി എങ്ങനെ തീയതി കണക്കാക്കുമെന്ന് നോക്കാം. ഗർഭിണിയാണോ എന്ന് അറിയാൻ ഡോക്ടറുടെ അടുത്ത് എത്തുമ്പോൾ ആദ്യം അവർ ചോദിക്കുന്നത് ആർത്തവം അവസാനം വന്ന തീയതിയാണ്. കുഞ്ഞ് ജനിക്കാൻ പോകുന്ന തീയതി കണക്കാക്കാനാണ് ഇത് ചോദിക്കുന്നത്. ഗർഭിണിയാണെന്നതിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ ഉടൻ വീട്ടിൽ തന്നെ പരിശോധനകൾ നടത്തണം, അല്ലെങ്കിൽ ഡോക്ടറെ കാണിച്ച് തീയതി കണ്ടെത്തണം. ഇനി ആദ്യ 3 ആഴ്ച എന്നാൽ എത്ര മാസമാണ് എന്ന് നോക്കാം. ആഴ്ച കണക്കാണ് പലപ്പോഴും ഡോക്ടർമാർ പറയുന്നത്. 9 മാസങ്ങളെ ആഴ്ചകളായി തുല്യമായി വിഭജിക്കാത്തതിനാൽ ഇത് അല്പം ബുദ്ധിമുട്ടാണ് കണ്ടെത്താൻ. എന്നാൽ ഗർഭത്തിൻ്റെ ആദ്യ മാസത്തിൽ സാധാരണയായി ആദ്യത്തെ 4 ആഴ്ചകൾ ഉൾപ്പെടുന്നു. അതിനാൽ ഗർഭാവസ്ഥയുടെ 1-2 അല്ലെങ്കിൽ 3 ആഴ്ചകളിൽ നിങ്ങൾ ഗർഭകാലത്തിൻ്റെ ആദ്യ മാസത്തിലാണ്. വയറുവേദനയോ മറ്റു ലക്ഷണങ്ങളോ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഗർഭിണിയായിരിക്കും. അടുത്തത് 1-2 അല്ലെങ്കിൽ 3 ആഴ്ചകളിൽ ഗർഭത്തിൻ്റെ ലക്ഷണങ്ങളുണ്ടോ എന്ന് നോക്കാം. ഗർഭിണിയായിട്ടുള്ള യാത്ര ആരംഭിച്ചാലും ആദ്യത്തെ 1 മുതൽ 3 ആഴ്ചകളിൽ നിങ്ങൾ ഗർഭിണിയായിരിക്കില്ല. ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പലർക്കും ഇപ്പോഴും സംശയമുണ്ട്. ഇത് ആദ്യം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ആശയമാണ്. ഗർഭത്തിൻ്റെ ആദ്യ 72 മണിക്കൂറിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് പലരും ആശ്ചര്യപ്പെടാറുണ്ട്. ഗർഭം കണക്കാക്കുന്ന രീതി കാരണം ആ ആദ്യ 3 ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ 3 ആഴ്ചകളിൽ ഗർഭിണിയായതിൻ്റെ ലക്ഷണങ്ങളൊന്നും നിങ്ങൾക്ക് അനുഭവപ്പെടില്ല.
എന്നാൽ 2 ആഴ്ചയ്ക്ക് ശേഷം നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ആവേശകരമായ സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ ആരംഭിക്കും. ഇനി ഓവുലേഷനെ കുറിച്ചാണ് പറയുന്നത്. സ്ത്രീകളിലെ ഓവറി അഥവാ അണ്ഡാശയത്തിലാണ് അണ്ഡം രൂപപ്പെടുന്നത്. നിങ്ങളുടെ അവസാന ആർത്തവത്തിൻ്റെ ആദ്യ ദിവസം കഴിഞ്ഞ് ഏകദേശം 14 ദിവസത്തിന് ശേഷം നിങ്ങളുടെ അണ്ഡാശയങ്ങളിലൊന്ന് അണ്ഡം പുറത്തുവിടും. അഥവാ നിങ്ങൾക്ക് സാധാരണ 28 ദിവസത്തെ സൈക്കിൾ ആണെങ്കിൽ. ബീജസങ്കലനം. മുട്ട ഫിലോപ്പിയൻ ട്യൂബുകളിലൊന്നിലൂടെ സഞ്ചരിക്കും. അവിടെ അത് ബീജവുമായി സംയോജിപ്പിച്ചേക്കാം. പരസ്പരം ഇവ കണ്ടെത്തുകയാണെങ്കിൽ ബീജസങ്കലനം എന്ന പ്രക്രിയയിൽ സൈഗോട്ട് എന്ന ഒരൊറ്റ സെൽ സൃഷ്ടിക്കാൻ അവർ ഒരു ഫിലോപ്പിയൻ ട്യൂബിൽ ചേരും. ഈ പ്രക്രിയ കുഞ്ഞിൻ്റെ ലിംഗഭേദം നിർണ്ണയിക്കുന്നു. ഇനി DNA-യെക്കുറിച്ച് നോക്കാം. ആദ്യ DNA. സൈഗോട്ട് അണ്ഡത്തിൽ നിന്നും ബീജത്തിൽ നിന്നും ക്രോമസോമുകൾ വഹിക്കുകയും കുഞ്ഞിൻ്റെ ജനിതക ഘടനയുടെ ആദ്യ നിർമ്മാണ ബ്ലോക്കുകൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഇനി വളർച്ചയെക്കുറിച്ച് നോക്കാം. സൈഗോട്ട് പിന്നീട് ഫാലോപ്പിയൻ ട്യൂബിലൂടെ താഴേക്ക് നീങ്ങുകയും ഗർഭപാത്രത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ഇത് ഒരു വലിയ കോശങ്ങളായി വിഭജിക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ഗർഭാവസ്ഥയിൽ നിങ്ങളുടെ കുഞ്ഞ് വികസിക്കുമ്പോൾ കോശങ്ങൾ വിഭജിക്കുന്നത് തുടരും. 1, 2 അല്ലെങ്കിൽ 3 ആഴ്ചകളിൽ പോലും ഗർഭത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങളൊന്നും നിങ്ങൾക്ക് അനുഭവപ്പെടാത്തതിൻ്റെ കാരണമാണ് ഇത്. ഇതുവരെ ഗർഭിണിയായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കാൻ സാധ്യതയില്ല. ചിലപ്പോൾ രാവിലെ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ വയറുവേദനയൊന്നും ചിലപ്പോൾ ആദ്യത്തെ 1-2 ആഴ്ചകളിൽ കാണില്ല. ഇനി ആദ്യകാല ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യത്തെ 1-2 അല്ലെങ്കിൽ 3 ആഴ്ചകളിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ലക്ഷണങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകില്ല. എന്നാൽ ഇതൊന്നുമല്ലാതെ ഗർഭിണിയാണ് എന്ന് സൂചിപ്പിക്കുന്ന മറ്റ് ചില ലക്ഷണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ആർത്തവം വരാതിരിക്കുക എന്നത്. നിങ്ങൾ ഒരു ഗർഭിണിയായിരിക്കാൻ സാധ്യതയുള്ള ആദ്യ സൂചനയാണ് ഇത്. എന്നാൽ നിങ്ങൾ 4 ആഴ്ച ഗർഭിണിയായിരിക്കുന്നത് വരെ ഇത് സംഭവിക്കില്ല. നിങ്ങൾക്ക് ആർത്തവം നഷ്ടപ്പെടുന്ന സമയത്ത് ഗർഭാവസ്ഥയുടെ ആദ്യകാല ലക്ഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയേക്കാം. ഇനി ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങിനെ കുറിച്ച് നോക്കാം. ഗർഭത്തിൻ്റെ മറ്റൊരു ആദ്യകാല ലക്ഷണമാണ് ഇത്. കോശങ്ങളുടെ ചെറിയ ബോൾ ഗർഭാശയ പാളിയിൽ ഘടിപ്പിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. എല്ലാവർക്കും ഇത് അനുഭവപ്പെടില്ല. പക്ഷേ ഒരു നേരിയ പൊട്ട് പോലെയുള്ള രക്തം സാധാരണ ആർത്തവ രക്തമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാം. ഗർഭധാരണം ഉണ്ടായി നിങ്ങൾ 3 മുതൽ 4 ആഴ്ചക്ക് 10 മുതൽ 14 ദിവസങ്ങൾക്കുള്ളിൽ രക്തക്കറ, മലബന്ധം അല്ലെങ്കിൽ നേരിയ രക്തസ്രാവം സാധാരണയായി സംഭവിക്കാറുണ്ട്. ഇനി രാവിലെയുള്ള ഛർദിയെക്കുറിച്ച് പറയാം. ആദ്യകാല ഗർഭാവസ്ഥയുടെ മറ്റൊരു സാധാരണ ലക്ഷണമാണ് പ്രഭാത പ്രശ്നങ്ങൾ. എന്നാൽ ഇത് സാധാരണയായി 4 മുതൽ 9 ആഴ്ചകൾക്കിടയിലാണ് വളരുന്നത്. മറ്റ് ലക്ഷണങ്ങൾ ഗ്യാസ്, ക്ഷീണം, സ്തനങ്ങളുടെ ആർദ്രത, മാനസികാവസ്ഥ, ഇടയ്ക്കിടെയുള്ള മൂത്രമൊഴിക്കൽ തുടങ്ങിയ മറ്റ് ലക്ഷണങ്ങളും ഈ ആദ്യ ആഴ്ചകളിൽ ഉണ്ടാകാം. ഇനി ആദ്യ 3 ആഴ്ചകളിൽ വയറിൻ്റെ വലിപ്പം എങ്ങനെയുണ്ടാകുമെന്ന് പറയാം. ഓരോ വ്യക്തികളിലും ഗർഭധാരണ വ്യത്യസ്തമാണ്. ചിലരിൽ നേരത്തെയും ചിലരിൽ പതുക്കെയുമാണ് വയറ് കാണുന്നത്. 1, 2 അല്ലെങ്കിൽ 3 ആഴ്ചകളിൽ നിങ്ങളുടെ ഗർഭിണിയായ വയറിൻ്റെ വലുപ്പത്തിൽ ഒരു വ്യത്യാസവും നിങ്ങൾ കാണില്ല എന്ന് പറയുന്നത് സുരക്ഷിതമാണ്. ആദ്യ 2 ആഴ്ചകളിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഗർഭിണിയല്ലെന്നും 3-ാം ആഴ്ചയിൽ ഇത് നേരത്തെയാണെന്നും ഓർക്കുക. ഇനി 3 ആഴ്ചയിൽ ഒരു കുഞ്ഞ് എത്ര വലുതാവുമെന്ന് നോക്കാം. ഗർഭാവസ്ഥയുടെ 3 ആഴ്ചയിൽ നിങ്ങളുടെ വയറുവേദന ശ്രദ്ധയിൽപ്പെടില്ലെങ്കിലും കോശങ്ങൾ വിഭജിക്കുകയും പെരുകുകയും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ വികസനം നടക്കുന്നുണ്ട്. നിങ്ങളുടെ ഗർഭാവസ്ഥയിൽ ഏകദേശം 3 ആഴ്ചയാകുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിന് വളരെ കുറഞ്ഞ നീളം മാത്രമായിരിക്കും ഉണ്ടാവുക. വയറും വളരെ ചെറുതായിരിക്കും. എപ്പോഴാണ് നിങ്ങളുടെ ഗർഭധാരണം സ്ഥിരീകരിക്കാൻ കഴിയുക എന്ന് നോക്കാം. ആദ്യ 3 ആഴ്ചയിൽ നിങ്ങൾ ഗർഭധാരണ പരിശോധന നടത്തിയാൽ അത് പോസിറ്റീവായേക്കാം. ആർത്തവം നിൽക്കുന്ന സമയത്ത് പരിശോധന നടത്തുന്നതാണ് കൂടുതൽ ഉചിതം. നിങ്ങളുടെ മൂത്രത്തിൽ ഹ്യൂമൻ കോറിയോണിക് ഗോണഡോട്രോപ്പിൻ അല്ലെങ്കിൽ HCG എന്ന ഹോർമോണിൻ്റെ അളവിനോട് ഹോം ഗർഭപരിശോധന പ്രതികരിക്കുന്നതിനാലാണ് ഇത്. ഇത് ഗർഭധാരണത്തിന് തൊട്ടു പിന്നാലെ വർദ്ധിക്കാൻ തുടങ്ങുന്നു.
അതിനാൽ നിങ്ങളുടെ HCG അളവ് 3 ആഴ്ചയിൽ ഉയർന്നതാണെങ്കിലും പോസിറ്റീവ് ടെസ്റ്റിന് കാരണമാകുമെങ്കിലും നിങ്ങൾ ഗർഭിണിയാണെന്ന് നിങ്ങളുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡറുമായി സ്ഥിരീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇനി നിങ്ങൾ ഗർഭാവസ്ഥയിൽ നിന്ന് എത്ര ദൂരെയാണ് എന്ന് നോക്കാം. ഗർഭാവസ്ഥയിൽ നിങ്ങൾ എത്ര ദൂരെയാണെന്ന് അറിയുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ ആരോഗ്യ പരിരക്ഷാദാതാവിനും സഹായകരമാണ്. നിങ്ങളുടെ കുഞ്ഞിൻ്റെ വളർച്ചയും വികാസവും പരിശോധിക്കുന്നതിനും നിങ്ങളുടെ ആരോഗ്യം നിരീക്ഷിക്കുന്നതിനും ടെസ്റ്റുകളും പരീക്ഷകളും ഷെഡ്യൂൾ ചെയ്യാനും നിങ്ങളുടെ ദാതാവ് ഈ വിവരങ്ങൾ ഉപയോഗിക്കും. അടുത്തത്, ഗർഭാവസ്ഥയുടെ ആഴ്ചകളെ 3 ട്രൈമസ്റ്ററുകളായി തിരിക്കാം. ആദ്യ ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ 1 മുതൽ 13 ആഴ്ച വരെ, അഥവാ ഏകദേശം മാസം 1 മുതൽ 3 വരെ. രണ്ടാമത്തെ ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ 14 മുതൽ 27 വരെ ആഴ്ചകൾ, 4 മുതൽ 7 മാസം വരെ. മൂന്നാമത്തെ ട്രൈമസ്റ്റർ 28 മുതൽ 40 ടു 42 ആഴ്ചകൾ, 7 മുതൽ 9 മാസം വരെ. ഇനി ഗർഭാവസ്ഥയിലെ ജീവിതശൈലി ക്രമീകരണങ്ങളെക്കുറിച്ച് പറയാം. നിങ്ങളുടെ ഗർഭധാരണം ആരംഭിക്കുമ്പോൾ ലളിതമായ ക്രമീകരണങ്ങൾ പോലും നിങ്ങളെ പിന്തുണയ്ക്കാൻ സഹായിക്കും. നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് എന്താണെന്ന് നിർണ്ണയിക്കാൻ നിങ്ങളുടെ ആരോഗ്യ പരിരക്ഷാ ദാതാവിനെ സമീപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിലും ചില മൂല്യവത്തായ ജീവിതശൈലി മാറ്റങ്ങളും മുൻകരുതലുകളും ഉൾപ്പെടുന്നു. അതിൽ 1 ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നത്, 2 ജലാംശം നിലനിർത്തുന്നു, 3 സമ്മർദ്ദം കുറയ്ക്കുന്നു, 4 പതിവായി വ്യായാമം ചെയ്യുന്നത്. ഇനി പറയുന്നത് ഗർഭാവസ്ഥയിലുള്ള ഫോളിക് ആസിഡിനെ കുറിച്ചാണ്. നിങ്ങൾ ഒരു കുഞ്ഞിനായി ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഗർഭിണിയാണെന്ന് മനസ്സിലാകുമ്പോൾ ഫോളിക് ആസിഡ് അത്യാവശ്യമാണ്. കാരണം ഇത് കുട്ടിയുടെ തലച്ചോറിനെയും നട്ടെല്ലിനെയും ബാധിക്കുന്ന ചില ജനന വൈകല്യങ്ങളുടെ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ബി വിറ്റാമിൻ ആണ്. കുറഞ്ഞത് 400 മൈക്രോഗ്രാം ഫോളിക് ആസിഡ് അടങ്ങിയിരിക്കുന്ന പ്രസവത്തിന് മുമ്പുള്ള വിറ്റാമിൻ നിങ്ങളുടെ ആരോഗ്യ പരിരക്ഷാ ദാതാവിന് ശുപാർശ ചെയ്യാൻ കഴിയും. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതുപോലുള്ള പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.